ടിയാനിൽ സംഭവിച്ച കുറവുകൾ കൃഷ്ണകുമാർ ഈ സിനിമയിൽ നികത്തിയിട്ടുണ്ട്. കാണിച്ചു കിട്ടുന്നത് എന്തിനോ വേണ്ടി തീർക്കാൻ നോക്കി, അത്രേ ഉള്ളൂ. FFC ഗ്രൂപ്പുകൾ, സമാനമായ ഗ്രൂപ്പുകളൊക്കെ നിന്ന് കത്താൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഈ സിനിമയിൽ ഉടനീളമുണ്ട്. എഴുത്തിന്റെ ഒരു പ്രശ്നമാണ്. പുള്ളി കൊമേഴ്ഷ്യലിലൂടെ ഇടയ്ക്ക് ഒരു ഇച്ചിരി ആർട്ട്, കുറച്ച് ഒരു അവിയൽ പടം മൊത്തത്തിൽ പറഞ്ഞ ഒരു അവിയൽ പരിവം. അപ്പോൾ ഇന്നത്തെ സിനിമ ടിയാന് ശേഷം GN കൃഷ്ണകുമാറും റൈറ്റർ മുരളി ഗോപിയും ഒന്നിക്കുന്ന സോഷ്യോ പൊളിറ്റിക്കൽ ത്രില്ലർ മൂവി അനന്തൻകാട്. ആര്യ, മുരളി ഗോപി, ഇന്ദ്രൻസ്, വിജയരാഘവൻ, നിഖില വിമൽ ഇവരൊക്കെയാണ് മെയിൻ റോൾസിൽ എത്തുന്നത്. അപ്പോൾ എന്തായാലും അനന്തൻകാട് കണ്ടിറങ്ങി ഓടിച്ചോടെ എങ്ങനെയുണ്ടായിരുന്നു റിവ്യൂ ചോദിച്ചു നോക്കാം. സിനിമ കണ്ടോ, നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ കമന്റ് ചെയ്തേക്കാം. നേരെ അനന്തൻകാട് റിവ്യൂ. ഒരു പടം കൊള്ളാം. സംഭവം എന്തെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കുറേ ഇന്റർപ്രിറ്റേഷൻ, പൊളിറ്റിക്കൽ ഡയലോഗ് ഉണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട്. പിന്നെ സിനിമ നല്ല ക്വാളിറ്റിയിലും എടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് എന്താ പറയുമല്ലോ, ഒരു ഭയങ്കര സംതൃപ്തി തരുമെന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല. പക്ഷേ ഒരു എബോ ആവറേജ് ഒരു ഡീസൻറ്റ് സാധനമാണ്. കാരണം പെർഫോമൻസ് ആയാലും മുരളി ഗോപി, ഇന്ദ്രൻസ് അവരെയൊക്കെ കുറച്ച് ഇമോഷണലാണ്. പിന്നെ പടം സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്ലഡ് ഷെഡ് ഉണ്ട്, ചീത്തവിളിയുണ്ട്, പിന്നെ പൊളിറ്റിക്കൽ പരമായിട്ട് കുറേ കാര്യം പറയുന്നുണ്ട് വിജയരാഘവൻ. പിന്നെ നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ട ഒരു കോൺഫ്ലിക്റ്റാണ് സിനിമയിൽ വീണ്ടും പറഞ്ഞിരിക്കുന്നത്. ടിപ്പിക്കൽ പൊളിറ്റിക്കൽ ഇത് തന്നെയാണ്. പൊളിറ്റിക്കൽ മാത്രമല്ല, അതായത് ഒരു 90s കേരളത്തിന്റെ പൊളിറ്റിക്കൽ സ്ട്രക്ചറൊക്കെയാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഇവർ ബൈലിംഗ്വൽ ആയതുകൊണ്ട് ശ്രീലങ്ക, തമിഴ്നാട് സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ആര്യ, എനിക്ക് തോന്നിയത് ആര്യ ഡീസൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആര്യയ്ക്ക് പകരം നമ്മുടെ ഇന്ദ്രജിത്തോ അല്ലെങ്കിൽ മലയാളത്തിൽ നിന്നുള്ള ആരെങ്കിലും ആണെങ്കിൽ കുറേ കൂടെ ഇമ്പാക്റ്റ് വരും. പക്ഷേ പെർഫോമൻസ് വൈസ് ഇന്ദ്രൻസ് സിനിമാറ്റിക് പരിപാടിയൊക്കെ വെച്ചിട്ടുണ്ട്. സിനിമാറ്റിക് പരിപാടിയുണ്ട്. കാരണം ടിയാനിൽ സംഭവിച്ച കുറവുകൾ കൃഷ്ണകുമാർ ഈ സിനിമയിൽ നികത്തിയിട്ടുണ്ട്. കാരണം അത് ഭയങ്കര കമേഴ്ഷ്യൽ അല്ലായിരുന്നു, ചിലവർക്ക് മനസ്സിലാക്കാനൊക്കെ പാടായിരുന്നു. പക്ഷേ ഇതൊരു നോർമൽ ഓഡിയൻസിന് വരെ മനസ്സിലാവും. ഇപ്പോൾ ഇൻ്റർവൽ ബ്ലോക്കിൽ ഒരു ആക്ഷൻ, ഒരു കരാട്ടെ, അല്ലാതെ ഒരു ആക്ഷൻ, ഒരു യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു ഡയലോഗുള്ള ഒരു സീനുണ്ട്. പൊളിറ്റിക്കലാണ്. അണ്ടർറേറ്റഡ് അല്ല, പക്ഷേ നമുക്കൊരു വൻ സിനിമയാണോ എന്ന് ചോദിച്ചാൽ വൻ സിനിമയല്ല. കാരണം ഇതിനു മുമ്പ് ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ട മൊറ സിനിമയുണ്ട്. ആ സിനിമയിലൊക്കെ ഉള്ള കുറേ കോൺഫ്ലിക്റ്റ് ഇതിലും പറഞ്ഞിട്ടുണ്ട്. അതായത് രാഷ്ട്രീയക്കാർ തന്നെ അവരെ കയ്യിലെ ചട്ടുകങ്ങളാണ് ഇവിടുത്തെ ജനങ്ങൾ. പക്ഷേ മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ് കൊള്ളാം കേട്ടോ. കുറേ ഡയലോഗ്, പ്രത്യേകിച്ച് ഇന്ദ്രൻസിന് കിഡിലൊരു റോൾ കൊടുത്തിട്ടുണ്ട്. മുരളി ഗോപി സ്വയം നല്ലൊരു റോൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് തിരുവനന്തപുരത്തുകാർക്ക് കുറേ കൂടെ കണക്ട് ചെയ്യും. ഇവിടുത്തെ ചൂളയും ഇവിടുത്തെ പൊളിറ്റിക്കൽ സ്ട്രക്ചറും. അനന്തൻകാട് ആ ടൈറ്റിൽ തന്നെ മുരളി ഗോപി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു പടം. പക്ഷേ വൻ സംഭവം എന്ന് പറയില്ല, പക്ഷേ ഒരു ഡീസൻറ്റ്, ഒരു ഓക്കെ ഫീൽ. സത്യം പറഞ്ഞത് അനന്തം കാണുന്നില്ല, മൊണ്ണ കാണുന്ന വേണം പറയാൻ. അത്രയ്ക്ക് മോശം പടമായിപ്പോയി. കാരണം ഒരു രീതിയിലും ഇഷ്ടപ്പെട്ടിട്ടില്ല. ആര്യയുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ പക്കയായിരുന്നു. കേരളം കത്തിക്കും പോലെ ഒരു കുറേ കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ നോക്കി, ഒന്നുമില്ല. എല്ലാം മഴ പെയ്ത് അണഞ്ഞതുപോലെ തന്നെയാണ് ഫീൽ ചെയ്തത്. കാരണം പെർഫോമൻസ് വൈസ് സ്ക്രിപ്റ്റും എല്ലാം ഓക്കെയാണ്. പക്ഷേ പടം വൈസ് നോക്കുമ്പോൾ റബ്ബർ പോലെ വലിച്ചു നീട്ടി എന്തൊക്കെയോ കാണിച്ചു കിട്ടുന്നത്. എന്തിനോ വേണ്ടി തീർക്കാൻ നോക്കി, അത്രേ ഉള്ളൂ. അല്ലാതെ പ്രതി ഒന്നുമില്ല, വെറും വേസ്റ്റ് ആണ്. പൊളിറ്റിക്കൽ എലമെന്റ്സ് ആണ് കൂടുതൽ. അതൊരു പൊളിറ്റിക്കൽ എലമെന്റ്സിന്റെ അത് ഇവരും ഒരുമാതിരി മറ്റേ ഈ എന്താ പറയുക, പഴമ രീതിയിലുള്ള റിവഞ്ച് കാര്യങ്ങളൊക്കെ കയറ്റിയിട്ട് ഞാൻ ഭയങ്കര സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു മുഖ്യമന്ത്രി നിൽക്കുന്നു. ആ മുഖ്യമന്ത്രിക്ക് എന്തും ചെയ്യാൻ കഴിവുള്ള ഒരു ക്രൂരനായ ഒരു വില്ലനെ പോലെ കൊണ്ട് നിർത്തിയിരിക്കണം. അല്ലാതെ ഒന്നുമില്ല പടത്തിൽ. മുരളി ഗോപി ആര്യ ഫേസ് ഓഫ് തന്നെയാണ്. മുരളി ഗോപി ആര്യൻ അവരെല്ലാം ഒരുമിച്ചാണ് വരുന്നത്. വെല്ലന്മാര് എതിരായിട്ടാണ് പറഞ്ഞത്. പക്ഷേ രണ്ടുപേരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ആര്യയുടെ പെർഫോമൻസ് തിയേറ്റർ എലമെന്റ്സ് ഒക്കെ ട്രെയിലറിൽ കണ്ടപ്പോൾ തിയേറ്റർ എലമെന്റ്സ് തിയേറ്ററിൽ വന്നപ്പോൾ എന്ത് പറ്റിയതാണ് ആലോചിച്ച് പോയത്. കാരണം ട്രെയിലറിന് വേണ്ടി മാത്രം എടുത്ത എലമെന്റ്സ് പോലെ ഫീൽ ചെയ്തത്. കാരണം ആ ഇന്റർവ്യൂവിൽ എത്തുന്നതിന് മുമ്പുള്ളൊരു 10 മിനിറ്റ് ആര്യയുടെ പെർഫോമൻസ് അത് തന്നെ ഒരു ഹൈ തന്നത്. അത് മാറ്റി നിർത്തി ഇൻട്രസ്റ്റ് ഡയലോഗുകളും കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ വെറും വേസ്റ്റ് ആണ് പടം. ആക്ഷൻ പരിപാടിയൊക്കെ കണ്ടു മറന്ന സെയിം സാധനം, ഒന്നുമില്ല, വെറും വേസ്റ്റ്. ആര്യക്ക് കമ്പാക്കിനുള്ള ഒന്നുമില്ല. ഈ അടുത്ത പടത്തിൽ സർപ്പപ്പെട്ട പരമ്പര 2 വരുമ്പോഴായിരിക്കും കമ്പാക്ക് എന്ന് തോന്നുന്നു. അനന്തൻകാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനിക്ക് തോന്നിയത് OTT വന്നാൽ കാണാവുന്ന ഒരു പടം മാത്രമേ ഉള്ളൂ. അല്ല അത്രയ്ക്ക് ഹൈപ്പോ കാര്യങ്ങളോ അങ്ങനെ കൊടുക്കുന്നത്. മേക്കിംഗ് ക്വാളിറ്റി ഉണ്ട്. കാരണം രാജസ്ഥാനിലും മറ്റേ കാട്ടിലും ഒക്കെ പോയി ഷൂട്ട് ചെയ്ത മേക്കിംഗ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഓക്കെ, അജിനേഷ് ബി ലോകനാഥാണ് മ്യൂസിക്. അപ്പോൾ പുള്ളിയുടെ ഒരു മ്യൂസിക് സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത് ഫുള്ള് പാട്ടേടിയും ബഹളമൊക്കെ ആയിരിക്കും. അപ്പോൾ അത് പടത്തിനകത്തുണ്ട്. ചില സീനുകൾ മാത്രം ഒരു എലിവേഷൻ വന്നു. പക്ഷേ നമുക്ക് എന്താ പറയുക, കണ്ടോണ്ടിരിക്കാം. രാഷ്ട്രീയം, പൊള്ളുന്ന രാഷ്ട്രീയം. പുള്ളിയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒന്നും കൊള്ളൂല്ല. പുള്ളിക്ക് സായുധ വിപ്ലവം വേണം. ഇനി ശ്രീലങ്കയിൽ നിന്ന് തമിഴ് പുലികൾ വരണം, എങ്കിൽ മാത്രമേ ലോകം നന്നാവുള്ളൂ, രാജ്യം നന്നാവുള്ളൂ എന്നൊരു കാര്യമാണ് പുള്ളി പറയുന്നത്. അതായത് പുള്ളിയുടെ ഒരു രാഷ്ട്രീയ ബോധം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കുറേ കാലം RSSകാരെയും കുറെ കാലം BJP-ക്കാരെ സപ്പോർട്ട് ചെയ്യുന്നു. വേറൊരു പടത്തിൽ BJP-ക്കാരെ സിനിമയിൽ കൺവിൻസിങ് ആവുന്നുണ്ടോ? ശരിക്കും സിനിമയിൽ കൺവിൻസിങ് ആവുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഇത്ര ക്യാരക്ടേഴ്സിന്റെ ആവശ്യം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കുറേ ക്യാരക്ടേഴ്സ് എന്തൊക്കെയോ ചെയ്ത് വന്നു പോകുന്നു. മെയിനായിട്ട് പടത്തിന് ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടുന്നില്ല. ഒരു ഇമോഷണൽ കണക്ഷൻ ഒട്ടും കിട്ടുന്നില്ല. ഇന്ദ്രൻസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ശരത്തപ്പരി നന്നായിട്ടുണ്ട്, മുരളി ഗോപി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്.
പിന്നെ അറിയാലോ മുരളീഗോപി ആകുമ്പോഴത്തേക്കും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇട്ടൊരു കൊട്ട്, BJP-ക്കാർക്ക് ഇട്ടൊരു കൊട്ട്. കൊമേഴ്ഷ്യൽ പരിപാടി ഉണ്ടോ? കൊമേഴ്ഷ്യൽ പരിപാടി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണം കൊമേഴ്ഷ്യൽ തന്നെയാണ്. പക്ഷേ ഈ പുള്ളിയുടെ എഴുത്തിന്റെ ഒരു പ്രശ്നമാണ്. പുള്ളി കൊമേഴ്ഷ്യലിന്റെ കൂടെ ഇടയ്ക്ക് ഒരു ഇച്ചിരി ആർട്ട്, കുറച്ച് ഒരു അവിയൽ, പടം മൊത്തത്തിൽ പറഞ്ഞ ഒരു അവിയൽ പരിപാടി. മുരളിഗോപിയുടെ സ്ക്രിപ്റ്റിലായിരുന്നു ഏക പ്രതീക്ഷ. അത് അല്ല, ഞാൻ ആ സ്ക്രിപ്റ്റിൽ പ്രതീക്ഷ തന്നെ വന്നത്. പുള്ളിക്കാരൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു ചെറിയ പോരായ്മ പോലെ വന്നെന്ന് തോന്നുന്നു. മുമ്പത്തെ പോലത്തെ ഒരു വർക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ നമുക്ക് വാച്ചബിളാണ്. ആ മേക്കിങ്ങിലാണോ സ്ക്രിപ്റ്റിലാണോ? സ്ക്രിപ്റ്റിലാണ്. മേക്കിങ്ങും കുഴപ്പമില്ല. പക്ഷേ സ്ക്രിപ്റ്റിൽ ചെറുതായിട്ട് പറയുന്ന ഡയലോഗ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഇത് നൽകുന്നുണ്ട്, ഒരു ഉന്മേഷവും ആവേശവും നൽകുന്നു. പൊളിറ്റിക്സ് ആയി പോയോ അതോ ഒരു പക്ഷെ ഇപ്പോഴത്തെ ഒരു സമയത്ത് ഇത് വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ എനിക്ക് വന്നു. ആ തിയേറ്ററിൽ കാണാൻ വേണ്ടിയുള്ള ഒരു മാസ് ആക്ഷൻ ഇതെല്ലാം സെറ്റപ്പുകളൊക്കെ ഉണ്ട്. പക്ഷെ ചിലത് കുറച്ച് ഓവറായിട്ട് പോലെ ഫീൽ ചെയ്ത പോലെ വന്നു. പിന്നെ നല്ല രീതിയിൽ പിന്നെ സിനിമ തീർച്ചയായിട്ടും OTT ഇറങ്ങിക്കഴിഞ്ഞാൽ ട്രോൾ ചാകരയാണ്, പെരുമഴയാണ്. തിരുവനന്തപുരത്തുകാർ നല്ല രീതിയിൽ ഊക്കുവണ്ടികളാക്കി വിട്ടിട്ടുണ്ട് ഈ സിനിമയ്ക്കകത്ത്. ഒരു തരത്തിൽ അത് ഞാനും സമ്മതിക്കുന്നു. കാരണം തിരുവനന്തപുരത്തുകാർ കുറച്ചൊക്കെ ഒരു രാഷ്ട്രീയപരമായിട്ട് ഊക്കുവണ്ടികളാണ്. അതൊക്കെ നമ്മൾ കറണ്ട് പൊളിറ്റിക്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വേറെ തലത്തിലേക്ക് പോയി. സിനിമാറ്റിക് ലെവലിൽ നോക്കുകയാണ് കൊമേഴ്ഷ്യൽ പരിപാടിയൊക്കെ വെച്ച് വലിയ സംഭവങ്ങൾ കാര്യമില്ല. ഫസ്റ്റ് ഹാഫ് മൊത്തം സെറ്റ് ഇട്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ നല്ല ഫുള്ള് സെറ്റ്, ഒരു കോളനി ഇട്ടിരിക്കുന്ന ഫുള്ള് സെറ്റ്, എല്ലാ സെറ്റിന്റെ അതിപ്രസരമാണ്. അതിനാടകീയത, ഡയലോഗുകളും കാര്യങ്ങളും. ഡയലോഗുകളൊന്നും നമ്മുടെ പഴയ രീതിയിൽ മറ്റേ ലെഫ്റ്റ് പോലെ ഒന്നും വർക്ക് ആവുന്നില്ല. ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട് അവസാനം തിരുവനന്തപുരത്തിനെ കുറിച്ച് ഒരു കഥ പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അത് മാത്രം വർക്ക് ആവും. പക്ഷെ അത് നമുക്ക് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിൽ നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ കാണാം. ഇല്ല, ഒരിക്കലും ഇല്ല. സത്യം പറഞ്ഞാൽ ഈ സിനിമയ്ക്കകത്ത് ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. അവസാനം ഒരു CM-ന്റെ ഒരു സ്പെഷ്യൽ സെക്യൂരിറ്റി ഗാർഡ്, അതായത് പുള്ളി കേരള പോലീസിൽ വരുന്നതല്ല, പുള്ളി വന്ന് ഫൈറ്റ് ബാക്കി അവിടെ എല്ലാവരും കിടന്നിട്ട് വെടിവെച്ച് അതൊക്കെ കാണിച്ചിട്ട് കിട്ടാത്തൊരു എലിവേഷൻ സംഭവം ആ ഒരൊറ്റ ഫൈറ്റിൽ പുള്ളി കയറി അങ്ങ് തൂക്കി. അങ്ങനെ ഒരു ആകപ്പാട് ഒരു മിക്സ് സംഭവമാണ് ഇത്. നല്ല രീതിയിൽ ട്രോൾ പെരുമഴ, ട്രോൾ ചാകര OTT ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ കിട്ടും. FFC ഗ്രൂപ്പുകൾ, സമാനമായ ഗ്രൂപ്പുകളൊക്കെ നിന്ന് കത്താൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഈ സിനിമയിൽ ഉടനീളമുണ്ട്. വലിയ കുഴപ്പമില്ല. ഇല്ല അത്രയ്ക്കൊന്നുമില്ല. ചില ആക്ഷൻ സീൻ മാത്രം കൊള്ളാം. ആര്യല്ല മെയിൻ. എനിക്ക് മുരളീഗോപിയെ മെയിനായി തോന്നി. മുരളീഗോപിക്ക് വേണ്ടി കാണാം. കാണാം. മുരളീഗോപി കൊള്ളാം. ബാക്കി അപ്പാൻ, ശരത്തപ്പന് അവരെല്ലാം കൊള്ളാം. ആര്യക്ക് വലിയ സ്ക്രീൻ പ്രസൻസ് കുറവായിരിക്കും. ടിയാൻ, ലൂസിഫർ, എമ്പുരാനൊക്കെ പോലെ നല്ല പൊള്ളുന്ന സ്ക്രിപ്റ്റ് ഇല്ല അത്രയ്ക്കൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോണേ ഉള്ളൂ. രാഷ്ട്രീയം പറയുന്ന ഒരു രാഷ്ട്രീയമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുറിക്ക് കൊണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. എന്തോ ഒരു പുള്ളി രാഷ്ട്രീയമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് ഹൈ ആവും, ഡൗൺ ആണ്. മേക്കിങ്ങിൽ എന്തെങ്കിലും കണ്ടിരിക്കുക ഒരു തിയേറ്റർ എലമെന്റ്സ് വലിയൊരു അത്ര ലെവലിലോട്ട് പോയി. ഇനി അങ്ങോട്ട് കാണുന്നവർക്ക് എങ്ങനെ ഇരിക്കുമെന്ന് അറിഞ്ഞൂടാ. എനിക്ക് പേഴ്സണലി വർക്കായില്ല. ആര്യ തന്നെയാണ് മെയിൻ, നമ്മൾ കണ്ട പോലെ. അല്ലല്ല, ആര്യയാണ് മെയിൻ ടൈറ്റിൽ റോളെന്ന് തോന്നുന്നെങ്കിലും പടം കാണുമ്പോഴത്തേക്ക് അതിനേക്കാളും മുരളീഗോപിക്കും ഇന്ദ്രൻ സേട്ടൻ്റെ ഒക്കെ സ്ക്രീൻ പ്രസൻസ് ഭയങ്കര അന്യായമായിട്ടോ. ആക്ഷൻ പരിപാടിയാണ് പിടിച്ചിരിക്കുന്നത്. ആക്ഷൻ പരിപാടിയൊക്കെ തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. പക്ഷെ അത് അങ്ങോട്ട് ഔട്ട് കിട്ടിയിട്ടില്ല. ഓക്കെ.